മിഡ് ലൈഫിൽ തുടങ്ങിയിട്ട് എൽഡർലി ലൈഫിൽ അതിരൂക്ഷമാകും. നമ്മൾ പ്രത്യേകമായിട്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ. ഹലോ സർ. സർ, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മസിൽ മാസ് ഇസ് ഈക്വൽ ടു ലോങ്ങിവിറ്റി എന്നാണ്. എത്രയോ മസിൽ നമ്മൾ റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടോ നമ്മുടെ ലൈഫിന്റെ ലോങ്ങിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലാക്കുന്നത്. യെസ്, മസിൽ മാസും അതോടൊപ്പം നമ്മുടെ സ്റ്റാമിന ലെവലും, പിന്നെ VO2 max എന്ന് പറയും. ഇത് രണ്ടുമാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും പ്രാധാന്യം. ലോഞ്ചിവിറ്റിക്കും എൽഡർലി ഇയേഴ്സിലെ ക്വാളിറ്റി ഓഫ് ലൈഫിനും ഈവൻ മിഡിൽ ഇയേഴ്സിലെ ക്വാളിറ്റി ഓഫ് ലൈഫിനും ഇമ്പോർട്ടൻ്റ്. സാർ, അപ്പോൾ എന്താണ് ഈ സാർക്കോപീനിയ എന്ന് പറയുന്നത്? സാർക്കോപീനിയ എന്ന് വെച്ചാൽ പേശി ശോഷണം എന്ന് പറയും. അതായത് നമ്മുടെ മസിൽസ് ഇനാക്റ്റീവായിട്ടിരിക്കുകയാണ്. അത് ചുങ്ങി അതിൻ്റെ എഫിഷ്യൻസിയും കുറയും, അതിൻ്റെ സൈസും കുറയും. മിഡ് ലൈഫിൽ തുടങ്ങിയിട്ട് എൽഡർലി ലൈഫിൽ അതിരൂക്ഷമാകും. പ്രത്യേകിച്ച് അതിനും കൂടുതലായിട്ട് 75 കഴിഞ്ഞ് എല്ലാവരും നമ്മൾ പ്രത്യേകമായിട്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ, പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ചെയ്തില്ലെങ്കിൽ, സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ മസിൽ ജോസ് ഉണ്ടാവും. ഈ സാർക്കോപീനിയ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് ഒത്തിരിയേറെ പ്രോബ്ലംസിനെ അത് ക്രിയേറ്റ് ചെയ്യും. വീഴ്ചകൾ കൂടും, ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയും, വയ്യാഴിക, ക്ഷീണം, അണപ്പ്, ഇതൊക്കെ അതിൽ നിന്നുണ്ടാവും. അതെ, അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ മസിൽ മാസ് എങ്ങനെയെങ്കിലും റീറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നീട് ഈ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത് എന്താണ് സർ? എല്ലാ എക്സസൈസ് ട്രെയിനിങ് പ്രോഗ്രാമിലും നമ്മൾ ആദ്യം നമ്മുടെ സേഫ്റ്റി നോക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസിന് നമ്മൾ ഫിറ്റാണോ, സേഫ് ആണോ. അത് മധ്യപ്രായം കഴിഞ്ഞാൽ ശരിക്കും കാർഡിയക് ചെക്കപ്പ് ഒക്കെ വേണം, ECG ഒക്കെ വേണം. രണ്ട്, ആ സേഫ്റ്റി നിർണ്ണയിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങുമ്പം ഏറ്റവും കൂടിയ കാര്യം ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് ഫോമിൽ. അത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. സ്ട്രെങ്ത് ട്രെയിനിങ് കെറ്റിൽബെൽ പോലെ ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ്, ഏത് എക്സസൈസ് ഫോമാണെങ്കിലും അതിൻ്റെ ആണെങ്കിലും ഫോം കറക്റ്റാക്കി ലളിതമായ രീതിയിൽ തുടങ്ങി കൂട്ടി കൊണ്ടുവരിക. ശരിക്കും അത് അധികം ഒത്തിരി നാൾ വെച്ചുകൊണ്ടിരിക്കുക, ക്രമേണ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ സേഫ് മാക്സിമത്തിലോട്ട് കൊണ്ടുപോകാം. ഈ മാക്സിമത്തിൽ ഒരിക്കൽ എത്തിക്കഴിഞ്ഞാൽ ക്രമേണ അതിലേക്ക് ആ എക്സസൈസ് ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ വെയിറ്റ് ട്രെയിനിങ് ആണെന്ന് വെച്ചു, ഞാൻ വെയിറ്റ് എടുത്ത് പൊക്കുന്നത് എനിക്ക് മാക്സിമം ഡെഡ് ലിഫ്റ്റ് ആണെങ്കിൽ ആദ്യം ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു 40-50 കിലോ, 25-30 കിലോ കൂടി ഇതായിട്ട് തോന്നും. പക്ഷേ ഓരോ ആഴ്ചയും 5 കിലോ വെച്ചും, അത് കഴിഞ്ഞ് 2 കിലോ വെച്ചും, പിന്നെ 3 കിലോ, 1 കിലോ വെച്ചും, പിന്നെ ക്രമേണ കൂട്ടി നമ്മൾ ബോഡി അതിനോട് അഡാപ്റ്റ് ചെയ്യും. ഇത് പ്രോഗ്രസീവ് ലോഡ് ചെയ്ത് ബോഡിക്ക് അതിനെ അഡാപ്റ്റ് ചെയ്യും. മസിലിന് അഡാപ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുത്താൽ മസിൽ അതിൻ്റെ അകത്ത് യൂണിറ്റ്സ് ആഡ് ചെയ്ത് അത് നമുക്ക് നാച്ചുറൽ സ്ട്രെങ്ത് ആയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പിന്നെയും ലോഡ് ചെയ്യാം. ഒടുവിലാകുമ്പോൾ മൈക്രോ ലോഡിങ് വേണ്ടി വരും. 100 ഗ്രാം 200 ഗ്രാം വരെ വെച്ച് കൂട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പം കൂടാതെ നമ്മൾ ഹയർ ആൻഡ് ഹയർ ലെവലിൽ ഏത് ഏജിൽ നമുക്ക് കയറി പോകാം. ഇതാണ് പ്രോഗ്രസീവ് ലോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ സാർ, അപ്പോൾ ഇപ്പോൾ എൻ്റെ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കുറച്ച് ബിസി ആയിട്ട് ഉള്ള ആൾക്കാർക്ക് ഡെയിലി 1 hour എക്സസൈസ് ചെയ്യാൻ ടൈം കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഇപ്പോൾ ഒരു 5 or 10 minutes അല്ലെങ്കിൽ 20 minutes ഓഫ് HIIT വിത്ത് സം സ്ട്രെങ്ത് ട്രെയിനിങ് മതിയോ? തീർച്ചയായിട്ടും മതി. ഇൻഫാക്റ്റ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഓൾട്ടർനേറ്റ് ഡേയിൽ ഞാൻ മെയിനായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യും. അന്ന് ചെറുത് കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ കെറ്റിൽബെൽ ഉപയോഗിച്ചോ വേറെ എന്തെങ്കിലും കാര്യം ഉപയോഗിച്ചോ HIIT ചെയ്യും. അത് 2, 5, 10, 4, 5, 6 മിനിറ്റ് മതി. സ്ട്രെങ്ത് ട്രെയിനിങ് ഒരു കൂടി പോയാൽ ഒരു 10 മിനിറ്റ് മതി. അപ്പോൾ 15 മിനിറ്റ് ധാരാളം. 10 മിനിറ്റ് കൊണ്ടും പറ്റിക്കാം. അടുത്ത ദിവസം മെയിനായിട്ട് കാർഡിയോ എൻട്രൻസ് ആയിട്ട് കെറ്റിൽബെൽ എക്സസൈസ് ചെയ്യുമ്പോൾ അത് എൻട്രൻസ് ട്രെയിനിങ് ആയിരിക്കും. അതും ഒരു 5-10 മിനിറ്റ് മതി. ഓക്കെ സർ, അപ്പോൾ ആ ഒരു മിക്സ് ഓഫ് കാർഡിയാക് ആസ് വെൽ as strength training would be ideal, even at least 10 minutes. Provided it is of high intensity enough to stimulate your systems. Okay. Thank you, sir. Thank you.